ശബരിമല വിഷയത്തിൽ താങ്കൾ ഇങ്ങനൊരു നിലപാടെടുക്കുന്നു. ഇപ്പം മുത്തലാഖ് പ്രശ്നം വന്നപ്പോൾ താങ്കൾ വേറൊരു നിലപാടാണല്ലോ എടുത്തത്. മുത്തലാഖ് പ്രശ്നത്തിൽ ഞങ്ങൾ സ്വീകരിച്ചത് അതൊരു ഇരട്ടത്താപ്പല്ലേ? അല്ലല്ല, മുത്തലാഖ് പ്രശ്നത്തിലും ശബരിമല പ്രശ്നത്തിലും സ്വീകരിക്കുന്നത് സമാന സ്വഭാവത്തിലുള്ള നിലപാടാണ്. മുത്തലാഖ് പ്രശ്നത്തിൽ ഞങ്ങൾ പറഞ്ഞ ട്രിപ്പിൾ തലാഖല്ല പ്രശ്നം. ഹിന്ദു വ്യക്തി നിയമത്തിലോ ക്രൈസ്തവ വ്യക്തി നിയമത്തിലോ പ്രത്യേക മാരേജ് ആക്ടിലോ ഒരു സ്ഥലത്ത് പോലും ഭർത്താവ് ഭാര്യയെ ഡൈവോഴ്സ് ചെയ്താൽ അതൊരു ക്രിമിനൽ കുറ്റമാകുന്നില്ല. അവിടെ ഒന്നും ജയിൽ ശിക്ഷയില്ല. മുസ്ലിം പേഴ്സണൽ ലോയിൽ മാത്രം ഇപ്പോൾ ഗവൺമെൻറ് കൊണ്ടുവന്ന, അത് കോടതി പറഞ്ഞിട്ടുള്ളതല്ല, കോടതി പറഞ്ഞിട്ടുള്ളത് എന്താ, ഇൻസ്റ്റൻറ്റേനിയസ് ആൻഡ് ഇറിവോക്കബിൾ ആയിട്ടുള്ള ഡൈവോഴ്സ് ചെയ്താൽ, അതായത് തലാഖെ ബിദാത്ത് ചെയ്താൽ അത് അസാധുവാണ്, നിയമപരമായി നിലനിൽക്കത്തക്കതയല്ല. നിയമപരമായി നിലനിൽക്കത്തക്കതല്ല എന്ന് പറയുമ്പോൾ മാരേജ് നിലനിൽക്കുന്നു, സബ്സിസ്റ്റ് ചെയ്യുന്നു. ഭാര്യാഭർത്തൃബന്ധവും ദാമ്പത്തിക ബന്ധവും വിച്ഛേദിക്കപ്പെടുന്നില്ല. അങ്ങനെ ഭാര്യാഭർത്തൃബന്ധം നിലനിൽക്കുമ്പോൾ അതൊരു സിവിൽ റോങ് ആണ്. ശരിയാണ്, ഗവൺമെൻറ് വേണമെങ്കിൽ പറയാം അതൊരു സിവിൽ റോങ് ആണ്. ഹിന്ദു ലോയിൽ അതൊരു സിവിൽ റോങ് ആണ്. സ്ത്രീകൾക്ക് പ്രയോജനകരമായിട്ടുള്ളൊരു തീരുമാനമല്ല, ഒരിക്കലുമല്ല. ഇപ്പോൾ ഗവൺമെൻറ് അവതരിപ്പിച്ചിട്ടുള്ള മുത്തലാഖ് ബില്ല് മുസ്ലിം വനിതകൾക്ക് ഗുണകരമായിട്ടുള്ള ബില്ലല്ല. അതിന് ഞാൻ കാരണം പറയാം. ഈ പറയുന്ന ഇതുകൊണ്ട് സ്ത്രീക്ക് ദോഷമൊന്നും വരുന്നില്ല. കാരണം സുപ്രീം കോടതി വിധി തന്നെ മതി, ഒരു നിയമനിർമ്മാണത്തിൻ്റെ പോലും പ്രസക്തിയില്ല. കാരണം സുപ്രീം കോടതി വിധി, ഇറ്റ് ഈസ് ദ ലോ ഓഫ് ദ ലാൻഡ്. അപ്പോൾ രാജ്യത്തിൻ്റെ നിയമം ആകട്ടെ ഗവൺമെൻറ് നിയമം കൊണ്ടുവന്നു, അതായത് മൈനോറിറ്റി ജഡ്ജ്മെൻ്റ് അടിസ്ഥാനത്തിലാണ്. 3 പേരിൽ 5 പേരിൽ 2 പേര് മാത്രമാണ് ഒരു ലെജിസ്ലേഷൻ വേണമെന്നാവശ്യപ്പെട്ടത്. ഭൂരിപക്ഷ വിധി എന്ന് പറയുന്ന ലെജിസ്ലേഷന് വേണ്ടിയിട്ട് പറഞ്ഞിട്ടില്ല. ഓൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ് കേസിലെ 7ാം കക്ഷിയായിരുന്നു. അവർ കൊടുത്ത സത്യവാങ്മൂലത്തിൽ പാർലമെൻറ്റാണ് നിയമനിർമ്മാണം നടത്തേണ്ടത് എന്ന ഒരു വാചകം ഒരു ജഡ്ജി, അബ്ദുൽ നസീർ എന്ന് പറയുന്ന ഒരു ജഡ്ജി, ന്യൂനപക്ഷ ജഡ്ജ്മെൻറ്റ് അത് ഉന്നയിച്ചിരുന്നു. അതിൻ്റെ പിൻബലത്തിലാണ് ഗവൺമെൻറ് ഒരു നിയമനിർമ്മാണവും, അതിൽ തന്നെ സതുദ്ദേശപരമല്ല, ഭൂരിപക്ഷ വിധിക്ക് അനുരോധമായിട്ടുള്ള നിയമനിർമ്മാണമല്ല നടത്തിയത്. എൻ്റെ ചോദ്യം, ക്രിമിനൽ ജൂറിസ്പ്രുഡൻസിൻ്റെ അടിസ്ഥാന തത്വം തന്നെ ഒരു പ്രവൃത്തി കൊണ്ട് മറ്റൊരാൾക്ക് ഉപദ്രവകരമാകുന്നില്ല എന്നുണ്ടെങ്കിൽ ആ പ്രവൃത്തി ചെയ്തയാളെ ക്രിമിനൽ ശിക്ഷയ്ക്ക് വിധേയമാക്കാൻ പാടില്ല എന്നുള്ളത് ആഗോളതലത്തിൽ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ക്രിമിനൽ നിയമസംഹിതയുടെ മൗലിക തത്വം. സ്ത്രീകൾക്ക് ഒരു രീതിയിലും പ്രയോജനകരമല്ലെന്നാണ് താങ്കൾ അല്ല. മാത്രമല്ല, ഇയാൾ 3 വർഷം കഠിന തടവിന് ശിക്ഷിക്കപ്പെടും. അപ്പം മുത്തലാഖ് ചൊല്ലിയ ഇൻസ്റ്റൻറ്റേനിയസ് ആയി 3 പ്രാവശ്യം തലാഖ് ചൊല്ലിക്കഴിഞ്ഞാൽ വിവാഹബന്ധം അസാധുവാകുന്നില്ല, ദാമ്പത്തിക ബന്ധം അസാധുവാകുന്നില്ല, ഭാര്യാഭർത്തൃബന്ധം നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഈ ഭർത്താവിനെ ജയിലിലടയ്ക്കും. ഈ ഭർത്താവ് ജയിലിലടയ്ക്കുന്ന ഭർത്താവ് എങ്ങനെയാണ്? എന്നിട്ട് തൊട്ടടുത്ത വകുപ്പ് പറയുന്നു, അങ്ങനെ ജയിൽഡ് ഹസ്ബൻഡ് ഭാര്യയ്ക്കും കുഞ്ഞുങ്ങൾക്കും ചെലവിന് കൊടുക്കണം. എങ്ങനെയാണ് ജയിലിൽ കിടക്കുന്നയാൾ ചെലവിന് കൊടുക്കുന്നത്? ഇത് താങ്കൾ പറയുന്നത് ഇതൊരു മതപരമായ വിവേചനത്തിലുള്ളതാണ്. ഇത് കനത്ത മതപരമായിട്ടുള്ള വിവേചനമാണെന്ന് മാത്രമല്ല, മുസ്ലിം വ്യക്തി നിയമത്തിലുള്ള ഇടപെടൽ കൂടിയാണ്. 2 ഗവൺമെൻറ്റും BJPയും ഉദ്ദേശിക്കുന്നത്. 1, പുരോഗമനാശയത്തിൻ്റെ പേരിൽ മുസ്ലിം സമൂഹത്തിലെ വനിതകളുടെ പിന്തുണ ആർജിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമം. 2, മുസ്ലിം സമൂഹം ടാർഗറ്റ് ചെയ്യപ്പെടുന്നു എന്നുള്ള വസ്തുതയാണ്. നിങ്ങൾ പരിശോധിച്ചാൽ കഴിഞ്ഞ 4.5 വർഷക്കാലത്തെ NDA ഗവൺമെൻറ്റിൻ്റെ കാലയളവിൽ ഏറ്റവും കൂടുതൽ ടാർഗറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത് മുസ്ലിം കമ്മ്യൂണിറ്റിയാണ്. 36 പേർ ഗോസംരക്ഷണത്തിൻ്റെ പേരിൽ ആൾക്കൂട്ട കൊലപാതകത്തിന് വിധേയപ്പെട്ടപ്പോൾ, അല്ലെങ്കിൽ ആൾക്കൂട്ട കൊലപാതകത്തിൽ മരണപ്പെട്ടപ്പോൾ അതിലേതാണ്ട് 30ഓളം പേർ ന്യൂനപക്ഷ മുസ്ലിം സമൂഹത്തിൽപ്പെട്ടവരാണ്. ഇപ്പോൾ ശബരിമല വിഷയത്തിൽ കേന്ദ്ര ഗവൺമെൻറ് ഒരു ഓർഡിനൻസ് കൊണ്ടുവരണമെന്ന് താങ്കൾ ആഗ്രഹിക്കുന്നുണ്ട്? BJP ഗവൺമെൻറ്റിന് വിശ്വാസ സമൂഹത്തിൻ്റെ താല്പര്യത്തോട് പ്രതിബദ്ധതയുണ്ടെങ്കിൽ നിയമനിർമ്മാണം നടത്തുകയാണ് വേണ്ടത്. അവിടെയാണ് ഞങ്ങൾ പറയുന്നത്, ഈ ഗവൺമെൻറ് ഈ പ്രശ്നത്തെ സംഘർഷവൽക്കരിച്ച് പരമാവധി മുതലെടുപ്പ് നടത്തുക എന്ന രാഷ്ട്രീയ താല്പര്യം മാത്രമാണ് നിർവഹിക്കുന്നത്. പക്ഷേ അന്നേരം താങ്കൾ ഈ സ്ത്രീപക്ഷ തുല്യതയിലൊന്നും വിശ്വസിക്കുന്നില്ല? അതാണല്ലോ ഞങ്ങൾ ജെൻഡർ യുവതി ഇപ്പോൾ ഈ കാലം ഒരുപാട് ആചാരങ്ങളും വിശ്വാസങ്ങളും ഉണ്ട്. ഈ ആചാരങ്ങളെല്ലാം ലംഘിച്ചാണ് കാലം മുന്നോട്ട് പോയത്. അതിൽ വളരെ നേതൃത്വപരമായ ഒരു പങ്കുവഹിച്ച പ്രസ്ഥാനത്തിൻ്റെ ഇപ്പോഴത്തെ ഈ തലമുറയിലെ പ്രതിനിധിയാണ് താങ്കൾ. 2 കാര്യങ്ങൾ. ശബരിമലയിൽ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് സ്ത്രീ പ്രവേശനം പൂർണ്ണമായി നിരോധിക്കപ്പെട്ടിട്ടില്ല. 1, ഒരു പ്രത്യേക പ്രായപരിധിയിൽ വരുന്ന വിഭാഗത്തിന് മാത്രമാണ് നിരോധനം ഏർപ്പെടുത്തിയിട്ടുള്ളത്. 2, ഇനി 3ാമത്തത്, അങ്ങനെ ഒരു പരിഷ്കരണം കേരളത്തിൻ്റെ സാമൂഹ്യ നവോത്ഥാന പ്രക്രിയ എങ്ങനെയാണ് ഉണ്ടായത്? ഏതെങ്കിലും കോടതി വിചാരിച്ചിട്ടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള നിർബന്ധിതമായി അടിച്ചേൽപ്പിച്ചുകൊണ്ടാണ്? അതത് സമൂഹത്തിൽ നിന്ന് തന്നെ ഉയർന്നു വന്നിട്ടുള്ള പരിഷ്കരണ പ്രക്രിയയുടെ ഭാഗമായി രൂപപ്പെട്ടിട്ടുള്ള ഒട്ടനവധി മാറ്റങ്ങളാണ്. ഈ രൂപത്തിൽ ഏതെങ്കിലും ഒരു കോടതി വിധി നിർബന്ധിതമായി അടിച്ചേൽപ്പിച്ചുകൊണ്ടല്ല സാമൂഹ്യ നവോത്ഥാനം നമ്മുടെ രാജ്യത്തുണ്ടായിട്ടുള്ളത്. അതത് സമൂഹത്തിൽ തന്നെ ഉയർന്നു വന്നിട്ടുള്ളതാണ്. ഇവിടെ ഒരു വിശ്വാസപരമായിട്ടുള്ള ഒരു ആചാരത്തിൻ്റെ ഭാഗമായി നിലനിൽക്കുന്ന ഒരു പ്രശ്നം ഇടപെടുമ്പോൾ, അത് കോടതി വിധി വരുമ്പോൾ
ആ വിധിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ ഞാൻ ചോദിക്കട്ടെ, CPM-ൻ്റെ നേതൃത്വത്തിലുള്ള തിരുവിതാംകൂർ ദേവസ്വം ബോർഡല്ലേ സത്യത്തിൽ ആദ്യം പ്രഖ്യാപിച്ചത് ഇതിന്മേൽ പിന്നെ റിവ്യൂ പെറ്റീഷൻ കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടത്? അതും CPM-ൻ്റെ നേതൃത്വത്തിലുള്ള തിരുവിതാംകൂർ ദേവസ്വം ബോർഡാണല്ലോ. അല്ല, ഈ കാര്യത്തിൽ CPM ആരോപിക്കുന്ന മറ്റൊരു കാര്യം കോൺഗ്രസ് എന്നല്ല UDF BJP-യുടെ ഒരു സെക്കൻഡ് ടീമായി മാറിയെന്നാണ്. ഒരിക്കലുമല്ല. BJP-യുടെ മൊത്തത്തിൽ ഈ ഒരു നിലപാട് BJP-ക്ക് ഗുണം ചെയ്തിട്ടില്ലേ കേരളത്തിൽ? അല്ല, അതിന് ഉത്തരവാദി CPM-ആണ്. രണ്ടു കൂട്ടരും ഇല്ലില്ല. UDF-ൻ്റെ പൊസിഷൻ വളരെ ക്ലിയറാണ്. ഞാൻ ചോദിക്കട്ടെ രാജേഷ്, UDF ഗവൺമെൻറ് അധികാരത്തിലിരുന്നപ്പോഴാണ് ഒരു അഫിഡവിറ്റ് കൊടുത്തു, ഇത് വിശ്വാസപരമായിട്ടുള്ളൊരു ആചാരമാണ്, ഭരണഘടനയുടെ 25-ഉം 26-ൻ്റെയും പരിരക്ഷയ്ക്ക് അർഹതയുണ്ട് എന്ന ക്ലിയർ പൊസിഷനാണ് UDF എടുത്തത്. LDF ഗവൺമെൻറ് അധികാരത്തിൽ വന്നപ്പോൾ ആ അഫിഡവിറ്റ് മാറ്റി പുതിയ അഫിഡവിറ്റ് കൊടുത്തു. അപ്പോൾ അതിനുശേഷം തുടക്കത്തിലും ഒടുക്കത്തിലും, എന്നാൽ RSS-ൻ്റെയും BJP-യുടെയും നിലപാട് ഇതായിരുന്നില്ല. അല്ല, അവരുടെ തന്നെ ലോയേഴ്സ് സംഘടനയാണല്ലോ ഇവർ. സ്ത്രീ മാത്രമല്ല 2017 വിജയദശമി ദിനത്തിലെ പ്രസംഗത്തിൽ RSS-ൻ്റെ സർവ്വസംഘചാലകൻ്റെ പ്രസംഗം പരിശോധിച്ചാൽ അറിയാം, പ്രായഭേദമന്യേ എല്ലാ ക്ഷേത്രങ്ങളിലും സ്ത്രീ പ്രവേശനം ഉറപ്പുവരുത്തണമെന്നുള്ളത് RSS-ൻ്റെ സുചിന്തിതമായിട്ടുള്ള നിലപാടായിരുന്നു. ശ്രീ K. സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ളവർ ഈ കാര്യത്തെ പിന്തുണച്ചിരുന്നവരാണ്. വിധി വന്നപ്പോഴും അവർ പിന്തുണച്ചതാണ്. അവർ എപ്പോഴാണ് നിലപാട് മാറ്റിയത്? എപ്പോഴാണ് നിലപാട് മാറ്റിയത്? BJP-യാണ്. ഇപ്പോൾ ഈ ശബരിമല വിഷയം ഇത്രത്തോളം തീവ്രമായിട്ട് നിൽക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പും അടുത്തു. അത് UDF-ന് ഏതെങ്കിലും രീതിയിൽ അത് നഷ്ടക്കച്ചവടമായി മാറുമോ? UDF-ന് ഒരിക്കലും അത് നഷ്ടക്കച്ചവടമാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ഞാൻ പറയാം, BJP-ക്ക് കിട്ടുന്ന വോട്ട് കോൺഗ്രസിൻ്റെ തളർച്ച. അതാണ് CPM-ൻ്റെ കാൽക്കുലേഷൻ. ഇവിടെ ഇതിൽ ഞാനിപ്പോഴും വിശ്വസിക്കുന്നു, ഈ പ്രശ്നം ഇത്രയും സങ്കീർണമായി സംഘർഷവൽക്കരിക്കുന്നതിൻ്റെ പിന്നിൽ വളരെ വ്യക്തമായ ഒരു അജണ്ട CPM-നുണ്ട്. അതായത് BJP ഇച്ചിരി വളർന്നാലും കോൺഗ്രസിൻ്റെ വോട്ട് പോട്ടെ. കേരളത്തിൽ BJP പ്രധാന പ്രതിപക്ഷ കക്ഷിയായി വളർന്നാൽ അതിൻ്റെ ഏറ്റവും വലിയ ഗുണഭോക്താവ് CPM ആയിരിക്കും. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പും ചെങ്ങന്നൂരിലെ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പും നിങ്ങൾ കൃത്യമായി പരിശോധിച്ചാൽ അറിയാം. അവർ തന്നെ നടത്തിയിട്ടുള്ള അസസ്മെൻറ്റിൽ 10 വോട്ട് BJP-ക്ക് പോയാൽ അത് 7 കോൺഗ്രസിൻ്റെയും 3 CPM-ൻ്റെ. CPM-ൻ്റെ കണക്കൂട്ടൽ വിജയിച്ചാൽ അത് UDF-ൻ്റെ തകർച്ചയാവും. അതിപ്പോൾ നടക്കാൻ പോകുന്നില്ല. അപ്പോൾ കേരളത്തിൽ UDF-ന് മേൽക്കൈ കിട്ടും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും. എൻ്റെ വിശ്വാസം അതാണ്. കാരണം ഒന്ന്, വിശ്വാസ സമൂഹം പൂർണ്ണമായും ഇന്ന് കേരളത്തിൽ അവരുടെ വികാരത്തെ ബോധപൂർവമായി വ്രണപ്പെടുത്തി എന്നൊരു ധാരണയുണ്ട്. ഞാൻ ചോദിച്ചു, BJP-ക്കല്ലേ പ്രയോജനം? അവിടെയാണ് ഞാൻ പ്രശ്നം. അവിടെ വരുമ്പോൾ അതിൽ BJP എന്തുകൊണ്ടൊരു നിയമനിർമ്മാണത്തിന് BJP തയ്യാറാകുന്നത്? ഇപ്പോൾ ഇത്രയും ആവേശത്തോടു കൂടി എന്തിനായി സംഘടന? അവർക്ക് ആത്മാർത്ഥതയില്ലെന്നാണ്. വിശ്വാസ സമൂഹത്തോട് ആത്മാർത്ഥതയുണ്ടെങ്കിൽ എന്തുകൊണ്ടൊരു നിയമനിർമ്മാണത്തിന് അവർ പോകുന്നില്ല? മുത്തലാഖിൻ്റെ കാര്യത്തിൽ അത് ഞാൻ ചോദിച്ചല്ലോ. അല്ല, ഇപ്പോൾ അന്നേരം അടുത്ത തെരഞ്ഞെടുപ്പിൽ താങ്കളെ നേരിടാൻ പോകുന്ന സ്ഥാനാർത്ഥി നിർണ്ണയമൊന്നും ആയിട്ടില്ല. പക്ഷേ എങ്കിലും ബാലഗോപാലായിരിക്കും, CPM-ൻ്റെ മുൻ ജില്ലാ സെക്രട്ടറിയും ഇപ്പോഴത്തെ സെക്രട്ടേറിയറ്റ് അംഗവുമായ KN ബാലഗോപാലായിരിക്കുമെന്ന് വാർത്തകളുണ്ട്. താങ്കൾക്ക് ഭയമുണ്ടോ? NSS-ൻ്റെ പിന്തുണ താങ്കൾക്ക് കിട്ടൂ? ഇതിപ്പോൾ NSS-ൻ്റെ പിന്തുണ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പിന്തുണ, രാഷ്ട്രീയ കാരണങ്ങളാണല്ലോ പ്രധാനമായിട്ടുമുള്ളത്. ഇവിടെ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയമെന്താ? നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള മതേതര ജനാധിപത്യ മൂല്യങ്ങളെ തകർത്തെറിയാൻ തയ്യാറെടുത്ത്, ഈവൻ ജനാധിപത്യ മൂല്യങ്ങളെപ്പോലും അപ്രസക്തമാക്കിക്കൊണ്ട് അധികാരത്തിലിരിക്കുന്ന മോദി ഗവൺമെൻറ്റിനെ അധികാരഭ്രഷ്ടമാക്കി ഒരു മതേതര ജനാധിപത്യ ഗവൺമെൻറ് അധികാരത്തിൽ വരണം. ആ മതേതര ജനാധിപത്യ ഗവൺമെൻറ് അധികാരത്തിൽ വരണമെന്നുണ്ടെങ്കിൽ കോൺഗ്രസിനോടൊപ്പം നിൽക്കുന്ന കേരളത്തിലെ ഐക്യ ജനാധിപത്യ മുന്നണി, ഐക്യ പുരോഗമന സഖ്യം രാജ്യത്തൊരു പ്രധാന മുന്നണിയായി രാജ്യത്ത് വരണം. ഇവിടെ അപ്പോൾ CPM ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്, വളരെ പ്രസക്തമായിട്ടുള്ള ചോദ്യമാണ്. ഞങ്ങൾ കേരളത്തിലേ ഉള്ളൂ LDF-ഉം UDF-ഉം തമ്മിലുള്ള തർക്കം, പുറത്തു പോയാൽ ഞങ്ങൾ തർക്കമില്ല. ഇതിപ്പോൾ UDF-ഉം നരേന്ദ്രമോദിയെ പുറത്താക്കാൻ വേണ്ടി കേരളത്തിൽ കോൺഗ്രസും UDF-ഉം LDF-ഉം തമ്മിലടിക്കുന്നു. നരേന്ദ്രമോദിയെ പുറത്താക്കണമെന്നാണ് രണ്ടു കൂട്ടരും പറയുന്നത്. അന്നേരം വേറൊരു ആൾട്ടർനേറ്റീവിനെ കുറിച്ച് കേരളത്തിലെ ജനങ്ങൾ ആലോചിച്ചൂടെ? അതാണ്, കേരളത്തിൻ്റെ ഒരു മതനിരപേക്ഷ മനസ്സൊരിക്കലും BJP-യോടൊപ്പം പോകാനുള്ള സാധ്യതയില്ല. കാരണം അവരുടെ ഒരു അഡ്വാൻറ്റേജായി അവർ പ്രതീക്ഷിക്കുന്നത് ഞാൻ നിഷേധിക്കുന്നില്ല. ശബരിമല വിശ്വാസപരമായിട്ടുള്ള പ്രശ്നവുമായി അവരൊരു പ്രൊആക്റ്റീവായിട്ടുള്ള നിലപാട് സ്വീകരിച്ചു. പക്ഷേ ആ പ്രൊആക്റ്റീവായിട്ടുള്ള നിലപാടിൻ്റെ റിസൾട്ട് എന്താ? നിങ്ങളിൽ അധികാരം നിക്ഷിപ്തമായിരിക്കുമ്പോൾ, ഗവൺമെൻറ്റിൽ അധികാരം നിക്ഷിപ്തമായിരിക്കുമ്പോൾ ഇവരൊന്നുമില്ലാതെ, എന്തിനു ഞാൻ പറയുന്നു, നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണലിൻ്റെ അധികാരാവകാശങ്ങൾ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി മണി ബില്ലാണ് എന്ന് പറഞ്ഞ് ഫിനാൻസ് ബില്ലിൽ ഉൾപ്പെടുത്തി മണി ബില്ലായി കൊണ്ടുവന്ന ഗവൺമെൻറ്റാണ്.
അപ്പോൾ ഈ കാര്യത്തിൽ ഒരു ഓർഡിനൻസിന് നിയമപരമായിട്ടുള്ള സാധുതയില്ലെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി പറഞ്ഞാൽ അത് ഉൾക്കൊള്ളാൻ കഴിയില്ല. മുത്തലാഖിൽ ഇറക്കാമെങ്കിൽ എന്തെല്ലാം കാര്യത്തിൽ നടക്കും. അപ്പോൾ നിങ്ങളിൽ നിക്ഷിപ്തമായിട്ടുള്ള ഒരു അധികാരം ഉപയോഗിച്ച് വിശ്വാസ സമൂഹത്തിൻ്റെ താല്പര്യം സംരക്ഷിക്കുന്നതിന് പകരം നിങ്ങളും രാഷ്ട്രീയം അത് ജനങ്ങൾ തിരിച്ചറിയും. അത് തീർച്ചയായിട്ടും താങ്കൾ കുറച്ച് വിജയപ്രതീക്ഷയാണുള്ളത്. ഞാൻ വിജയപ്രതീക്ഷ നമ്പർ 1 പൊളിറ്റിക്സാണ്. അത് ദേശീയ തലത്തിൽ ഒരു ജനാധിപത്യ മതേതര ഗവൺമെൻറ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ അധികാരത്തിൽ വരണമെങ്കിൽ രാഷ്ട്രപതി രാഹുൽ ഗാന്ധിയെ ഗവൺമെൻറ് ഉണ്ടാക്കാൻ ക്ഷണിക്കണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് അനുകൂലമായി നിലപാട് സ്വീകരിക്കുന്ന പരമാവധി MP-മാർ ഇന്ത്യൻ പാർലമെൻറ്റിൽ ഉണ്ടാകണം. അത് തന്നെയായിരിക്കും ഞങ്ങൾ ഫോക്കസ് ചെയ്യാൻ പോകുന്ന പ്രധാനപ്പെട്ട പൊളിറ്റിക്സ്. അവിടെ CPM-ൻ്റെ പൊളിറ്റിക്കൽ സ്റ്റാൻഡ് LDF-ഉം UDF-ഉം കേരളത്തിലാണ്, വെളിയിലില്ല എന്ന് പറഞ്ഞാൽ ശരിയല്ല. ഛത്തീസ്ഗഡിൽ അവർ രാജസ്ഥാനിൽ മത്സരിച്ചു, അവിടെ 3 സീറ്റിൽ BJP ജയിപ്പിച്ചു, മാറി നിന്ന് മത്സരിച്ചു. അതുപോലെ തന്നെ മധ്യപ്രദേശിൽ മാറി നിന്ന് മത്സരിച്ചു. അവരിപ്പോഴും അവരുടെ ബേസിക് പ്രിൻസിപ്പിൾ കോൺഗ്രസും അതുപോലെ BJP-യും ഒരു നാണയത്തിൻ്റെ 2 വശങ്ങളാണ് എന്ന നിലപാടാണ് ഇപ്പോഴും അവർ സ്വീകരിക്കുന്നത്. കഴിയുമെങ്കിൽ CPM BJP-ക്ക് വേണ്ടി ഒത്തുകളിക്കുകയാണോ? ഞാൻ അങ്ങനെ പറയുന്നില്ല. പക്ഷേ കേരളത്തിൽ ഞാൻ ഒരു കാര്യം പറയാം. കേരളത്തിലെ BJP-യുടെ നേതൃത്വവും CPM-ൻ്റെ നേതൃത്വവും കേന്ദ്രത്തിലെ BJP-യുടെ നേതൃത്വവും തമ്മിൽ എന്തൊക്കെയോ ചില ധാരണകളുണ്ട് എന്ന സംശയം ജനിപ്പിക്കുന്ന പല പ്രവർത്തനങ്ങളും കാണുന്നുണ്ട്. ഗുരുതരമായ ആരോപണമാണ്. അല്ല, ഞങ്ങളെല്ലാം പരസ്യമായി പ്രസംഗിക്കുന്നതായത്. ഞങ്ങളിത് പറയുന്നത് അവിഹിതമായിട്ടുള്ള അലിഖിതമായിട്ടുള്ള ഒരു ബന്ധം നിലനിൽക്കുന്നു എന്ന സംശയം പല ഘട്ടങ്ങളിലും ഞങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ വീണ്ടും ചോദ്യത്തിലേക്ക് വരാം. താങ്കൾക്ക് കുറച്ച് വിജയപ്രതീക്ഷയുണ്ട്. ഞാൻ നടത്തിയിട്ടുള്ള പ്രവർത്തനത്തിൻ്റെയും സമകാലിക രാഷ്ട്രീയത്തിൻ്റെയും അടിസ്ഥാനത്തിൽ കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണി പ്രസ്ഥാനത്തിന് ജയിക്കാനുള്ള എല്ലാ സാധ്യതയും സാഹചര്യവും ഉണ്ട് എന്ന ഉറച്ച വിശ്വാസമാണ് എനിക്ക്. അപ്പോൾ താങ്കളുടെ വിശ്വാസം രക്ഷിക്കട്ടെ. എല്ലാ ആശംസകളും. താങ്ക് യു.